ഇന്ന് ഫെബ്രുവരി 29 8 OTT റിലീസ് അപ്ഡേറ്റുകൾ വന്നിരിക്കുകയാണ്. ആദ്യത്തേത് ബ്ലൂ സ്റ്റാർ എന്ന ഇന്ന് OTT റിലീസ് ചെയ്ത തമിഴ് സിനിമയുടെ അപ്ഡേറ്റ് ആണ്. അശോക് സെൽവൻ, ശാന്തനു തുടങ്ങിയ ഒരു പ്രധാന റോളുകളിലെത്തിയ ക്രിക്കറ്റ് പശ്ചാത്തലത്തിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ ജനുവരിയിലെ സിനിമയാണ് ബ്ലൂ സ്റ്റാർ. ചിത്രം ഇന്ന് ആമസോൺ പ്രൈം, തെൻകോട്ട, ഒപ്പം തന്നെ സിംപ്ലി സൗത്ത് എന്നീ OTT പ്ലാറ്റ്ഫോമുകളിലൂടെ തമിഴ് ഭാഷയിൽ മാത്രം OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. സിനിമ ഇതിനോടൊക്കെ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായം പറയൂ. രണ്ടാമത്തേത് ഈ ആഴ്ച OTT റിലീസ് ചെയ്യുന്ന ഏറ്റവും പുതിയ തെലുഗു സിനിമയായ ഈഗിൾ എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. രവിതേജ് നായകനെത്തിയ സിനിമ തിയേറ്ററുകളിൽ ആവറേജ് വിജയം മാത്രമാണ് നേടിയെടുത്തത്. കളക്ഷൻ ഇന്ന് തന്നെ മറ്റൊരു വീഡിയോയിലൂടെ പ്രേക്ഷകരെ അറിയിച്ചതാണ്. സിനിമയുടെ OTT അവകാശങ്ങൾ ETV വിൻ എന്ന തെലുഗു പ്രാദേശിക OTT പ്ലാറ്റ്ഫോമും ഒപ്പം ആമസോൺ പ്രൈമുമാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഇന്ന് അർദ്ധരാത്രി 12 മണിയോടെ മാർച്ച് 1 തീയതി സിനിമ OTT റിലീസ് ചെയ്യുന്നതാണ്. മൂന്നാമത്തേതും ഒരു തെലുഗു സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ഗെയിം ഓൺ എന്നാണ് ചിത്രത്തിന്റെ പേര്. ഈ തെലുഗു സിനിമ ആമസോൺ പ്രൈമിലൂടെ ഇപ്പോൾ തെലുഗു ഭാഷയിൽ പ്രേക്ഷകർക്ക് കാണാവുന്നതാണ്. നാലാമത്തെ അപ്ഡേറ്റ് ഒരു വിദേശ നെറ്റ്ഫ്ലിക്സിന്റെ സിനിമയുടെ അപ്ഡേറ്റ് ആണ്. കോഡ് 8 പാർട്ട് 2 എന്നാണ് ചിത്രത്തിന്റെ പേര്. ചിത്രം ഇപ്പോഴത്തെ നെറ്റ്ഫ്ലിക്സിലൂടെ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുഗു ഭാഷകളിലെ സിനിമ OTTയിൽ ലഭ്യമാണ് എന്ന് അറിയിച്ചുകൊള്ളട്ടെ. ബോളിവുഡിൽ നിന്നും ഈ മാർച്ച് മാസം OTT റിലീസിനൊരുങ്ങുന്ന ഏറ്റവും പുതിയ സിനിമയാണ് മർഡർ മുബാറക്ക്. സാറ അലി ഖാൻ, പങ്കജ് ത്രിപാഠി തുടങ്ങിയവർക്ക് പ്രധാന റോളുകളിലെത്തുന്ന ഈ ഒരു ഹിന്ദി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ മർഡർ മുബാറക്ക് മാർച്ച് 15 തീയതി നെറ്റ്ഫ്ലിക്സിലൂടെ OTT റിലീസ് ചെയ്യും. ഹിന്ദിക്ക് പുറമെ തമിഴ്, തെലുഗു ഭാഷകളിൽ കൂടി OTT റിലീസ് പ്രതീക്ഷിക്കുന്നു. അടുത്ത രണ്ട് അപ്ഡേറ്റുകൾ മോളിവുഡിൽ നിന്നുള്ള നെറ്റ്ഫ്ലിക്സിന്റെ രണ്ട് സിനിമകളുടെ അപ്ഡേറ്റുകളാണ്. അതിലൊന്ന് ടൊവിനോയുടെ അന്വേഷിപ്പിൻ കണ്ടെത്തുമാണ്. തിയേറ്ററുകളിലെ പോസിറ്റീവ് ലഭ്യമായ സിനിമ അടുത്ത ആഴ്ച മാർച്ച് 8 തീയതി നെറ്റ്ഫ്ലിക്സിലൂടെ OTT റിലീസ് ചെയ്യുന്നതാണ്. മലയാളത്തിന് പുറമെ തമിഴ്, തെലുഗു, ഹിന്ദി ഉൾപ്പെടെയുള്ള ഭാഷകളിലും OTT റിലീസ് പ്രതീക്ഷിക്കുന്നു. ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയുടെ OTT റിലീസിനായിട്ട് കാത്തിരിക്കാം. മറ്റൊരു പോലീസ് സ്റ്റോറിയുമായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തി പരാജയപ്പെട്ട ബിജു മെനോൻ സിനിമയാണ് തുണ്ട്. ഈ സിനിമയുടെയും OTT അവകാശങ്ങൾ നെറ്റ്ഫ്ലിക്സ് ആണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ചിത്രം ഈ മാർച്ച് മാസം പകുതിയോടെ 15 തീയതിയോടെ നെറ്റ്ഫ്ലിക്സിലൂടെ OTT റിലീസ് ചെയ്യുമെന്നാണ് നിലവിൽ നാം പ്രതീക്ഷിക്കുന്നത്. ഒഫീഷ്യൽ OTT പ്രഖ്യാപനം അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. കൂടുതൽ അപ്ഡേറ്റുകൾ കേട്ടാം. ഈ വീഡിയോയിലെ അവസാന അപ്ഡേറ്റ് ഈ ഫെബ്രുവരി മാസത്തിലെ ഏറ്റവും വലിയ കളക്ഷൻ നേടിയെടുത്ത നിലവിലെ മലയാളം സിനിമയായ പ്രേമലു എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. സിനിമയുടെ OTT അപ്ഡേറ്റുകളിൽ ആദ്യം മുതലേ പ്രേക്ഷകരെ അറിയിച്ചത് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ സിനിമയുടെ OTT അവകാശങ്ങൾ സ്വന്തമാക്കുമെന്നാണ്. ഇപ്പോഴത്തെ സ്വന്തമാക്കി കഴിഞ്ഞു എന്നാണ് പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത്. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു സിനിമയുടെ കരാറും മറ്റുമെല്ലാം തന്നെ നടന്നത്. നെസ്ലിന്റെ സിനിമ പ്രേമലു എന്ന സിനിമ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ മാർച്ച് മാസം അവസാനത്തോടെ അതല്ലെങ്കിൽ ഏപ്രിലിലെ ആദ്യ ആഴ്ചകളിൽ വിഷു പ്രമാണിച്ച് അതല്ലെങ്കിൽ ഈസ്റ്റർ പ്രമാണിച്ച് OTT റിലീസ് പ്രതീക്ഷിക്കുന്നു. കാത്തിരിക്കൂ കൂടുതൽ OTT റിലീസ് അപ്ഡേറ്റുകൾ കേട്ടാം.